രണ്ട് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇവിടെ പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാർ പറഞ്ഞു ഓണത്തിന് യുവജനങ്ങൾക്ക് ധ്യാനം സംഘടിപ്പിക്കാൻ പറ്റുമോ ടീച്ചർ ചാനലിച്ചു. നല്ല ഐഡിയാന്ന് പറഞ്ഞു. നമ്മൾ വളരെ സന്തോഷത്തോടെ അത് സ്വാഗതം ചെയ്തു. പിന്നെ ഞങ്ങളൊരു 6 അച്ഛന്മാർ വേഗം തന്നെ മീറ്റിംഗ് കൂടി. പിന്നെ എണ്ണയിട്ട അച്ഛ പോലെ ഞങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു 12 മാസം. തീർച്ചയായും ടോണിക്സ് എല്ലാം തുടർന്ന് തന്നെ അച്ഛന്മാരുടെ മീറ്റിംഗ് ബന്ധപ്പെട്ടില്ല. ഘോഷിച്ച ടോണിച്ച ജോലിച്ച എല്ലാ വൈദികരെ ശുശ്രൂഷിക്കായി വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെ, പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ആത്മീയ നിർവൃതിയിൽ ആറാടിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ യേശുവിനായി കാഴ്ചവെച്ചുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാ യുവ സഹോദരങ്ങളെയും പൗലോസിന്റെ ഭാഷ്യത്തിലെ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. നമ്മെ എന്താണ് ചെയ്യുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ സ്നേഹവലയത്തിലേക്ക് തിരിച്ചു വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണ്. ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞിരിക്കുന്ന ഈ ദിവസങ്ങൾ നമ്മെ ഇവിടെ വന്ന് നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സാന്നിധ്യം മതി ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കാനായിട്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് എല്ലാവർക്കും ആത്മീയമായ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിവസങ്ങളായി മാറുമെന്ന് ആശംസിച്ചുകൊണ്ടും ചുരുങ്ങിയ സമയമേ നമുക്ക് ഉള്ളതുകൊണ്ട് എന്റെ കുറച്ചു വാക്കുകൾ പ്രസംഗിക്കുന്നു. എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. കാരണം മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിന്റെ നവീകരിച്ച ഈ വചന കൂടാരത്തിന്റെ ആദ്യത്തെ ഒരു പരിപാടിയാണ് ഈ യുവജനങ്ങളോട്, വിദ്യാർത്ഥികളോട് ഫയർ ടീം, പവർ ടീം ആയി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് ആദ്യമായാണ് നിങ്ങളിൽ പലരും ഇതുപോലെ ഈ വചനകൂടാരത്തിൽ ഒന്നു ചേർന്നിരിക്കുന്നത്. ഇന്നേ ദിവസം തന്നെ ജീസസ് യൂത്തിന്റെ ആഭിമുഖ്യത്തിൽ, ഈ ധ്യാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഇവിടത്തെ യൂത്ത് അതിന്റെ പ്രതിനിധി ലിജോ അതിമനോഹരമായൊരു പാട്ടുപാടി ഒരു കൂട്ടുകാരിയോടൊത്ത്, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇന്ന് വിവാഹം കഴിഞ്ഞ് ആദ്യമായി നേരെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് പവർ ടീമിന് പവറാകാൻ. രണ്ടുപേരും ഇങ്ങോട്ട് വന്ന്
ലിജോയ്ക്ക് ഒരു ഹാപ്പി, ഒരു സന്തോഷം. ഇവർക്ക് സന്തോഷമല്ലേ? അപ്പൊ ഒരു നല്ല കയ്യടി ഇവർക്ക് കൊടുത്ത ജീവിതത്തിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷമായിരുന്നു, ഹാപ്പി. ഇരുന്നാൽ മാത്രമേ പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുകയുള്ളൂ. തീർച്ച. ഈ പരിശുദ്ധാത്മ തീ, അതിന്റെ പ്രത്യേകത എന്താണ്? അത് കത്തിക്കുമ്പോൾ വളരെ ചെറുതാണ്. നിങ്ങൾ ഈ തിരി കത്തിക്കുന്നത് കണ്ടു. കത്തിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചു. ആ തിരി കത്തിക്കുന്നത് വളരെ ചെറുതാണ്. ഈ കൺവെൻഷന്റെ ധ്യാനത്തിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ചിന്തയായിരിക്കാം, ഒരു സ്ഫുലിംഗമായിരിക്കാം, വളരെ കൊച്ചാണ്. അത് ആരംഭിക്കുമ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അത് കത്തിപ്പടരുമ്പോൾ, ആളി കത്തുമ്പോൾ, അത് കാറ്റുണ്ടാകുമ്പോൾ, സാഹചര്യം ഉണ്ടാകുമ്പോൾ, എണ്ണയുണ്ടാകുമ്പോൾ അത് വളരെയേറെ കത്തിപ്പടരും. എല്ലായിടത്തേക്കും എത്തണം. ഇവിടെ നിങ്ങൾ വന്നപ്പോഴെല്ലാം ഈ കൊച്ചു തിരി പോലെയാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. വളരെ ചെറുതാണ്. നിങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന്റെ ചെറുതിരികൾ മാത്രമാണ്. നിങ്ങളിൽ അത് ആളിക്കത്തിയാൽ ഈ കൺവെൻഷൻ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് വീട്ടിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയും. നിങ്ങൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സ്കൂളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടാകും. പള്ളിയിൽ ചെന്നാലുണ്ടാകും. ലോകത്തിന്റെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ പരിശുദ്ധാത്മ ശക്തി ഉണ്ടാകും, ആളി പടരും. പക്ഷെ ഇപ്പോൾ വളരെ ചെറിയ തിരിയാണ്. ഇത് ആരംഭത്തിൽ ചെറുതാണ് എങ്കിലും ആ തിരി കയ്യിലെടുക്കുമ്പോൾ, തീ വരുമ്പോൾ നിങ്ങൾക്ക് സ്വല്പം വേദനിക്കും. തീ കത്തുമ്പോൾ വേദനിപ്പിക്കുന്നതാണ്. ഈ കൺവെൻഷന് നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം. ഇവിടെ വന്നിരിക്കുന്ന കൊച്ചു മക്കൾക്ക് പലർക്കും പലതരത്തിലുള്ള മാനസിക വ്യഥകൾ ഉണ്ടാകും. പണ്ടുകാലത്തേക്കാൾ ഉപരി ഇപ്പോഴത്തെ കൊച്ചു മക്കൾക്കാണ് ഈ അടുത്ത കാലത്ത് മാനസികമായ, ശാരീരികമായ, ബുദ്ധിപരമായ ഒരുപാട് വേദനകളുള്ളത്. വേദനകൾ ഒരിക്കലുമില്ലാത്ത ആരെങ്കിലും ഇവിടെയുണ്ടോ? വേദന ഒരിക്കലും ഉണ്ടാകാത്ത ആരെങ്കിലും ഇവിടെയുണ്ടോ? നമുക്കെല്ലാവർക്കും ഉണ്ട്. തീ അത് നമുക്ക് കുറച്ച് വേദന തരും, പൊള്ളും. പക്ഷേ ആ തീ താമസിയാതെ അതിനെ പ്രകാശത്തിലേക്ക് നയിക്കും, അതിനെ ശുദ്ധീകരിക്കും. പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം. യോഹന്നാൻ 14:23. അപ്പോൾ കർത്താവിന്റെ വചനമാണ് ഈ തിരിയിലൂടെ വിശ്വാസം കിട്ടാൻ കാരണം. 2, പരിശുദ്ധ കുർബാനയിലൂടെ, കൂദാശകളിലൂടെ, മാമോദീസ. നിങ്ങൾക്ക് യേശുവിന് കിട്ടിയത് ഏതാണ്? മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, മറ്റു കൂദാശകളിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ യേശുവിനെ കിട്ടി. നിങ്ങൾക്ക് വിശ്വാസം ആരംഭിച്ചത് എന്നാ മാമോദിസയിലൂടെ. അപ്പൊ വചനത്തിലൂടെ കിട്ടുന്നു. വിശ്വസിക്കുന്നവർക്ക് ജ്ഞാനസ്നാനം കൊടുത്ത് മാമോദിസ കൊടുക്കുന്നു. അവരെ കൗദാശിക ജീവിതത്തിലൂടെ വിശ്വാസത്തിൽ വളർത്തുന്നു. അത് കഴിയുമ്പോൾ എന്തായി? പിന്നെ അവിടെ ഒരു ശിഷ്യ സ്നേഹ സമൂഹമുണ്ടായി. യേശു പറഞ്ഞു അപ്പോൾ യേശുവിനെ കിട്ടാനുള്ള മൂന്നാമത്തെ മാർഗം, 2 3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ. അപ്പൊ യേശുവിനെ കിട്ടാനുള്ള മൂന്നാമത്തെ മാർഗം എന്താ? കൂട്ടായ്മ. ഈ വചന സമൂഹം അതൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിന്നാൽ, ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് വിശ്വാസമുണ്ട്. ഇതാണ് ഈ തിരി, ഇതാണ് വിശ്വാസത്തിന്റെ തിരി. അത് കത്തിച്ചത്, വിശ്വാസത്തിന്റെ തിരി കത്തിച്ചത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് 4ാമത് യേശുവിനെ കിട്ടാൻ ഒരു മാർഗവും കൂടിയുണ്ട്. അത് മത്തായി സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിലാണ് കാണുക. യേശുവിനെ കിട്ടാനുള്ള ഒരു 4ാമത്തെ മാർഗം, ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിലുള്ള പാവപ്പെട്ടവരെ, വേദനിക്കുന്നവരെ, ആകുലരെ, ദുഃഖിതരെ സഹായിക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടും? യാതന രൂപത്തിൽ
വിളിച്ചപ്പോൾ